പാഠം 311 കണ്ടു പഠിക്കാവുന്ന പാഠങ്ങൾ. ഈശ്വര, എൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസമാണെന്ന്. കളക്ടർ ഇന്ന് താലൂക്ക് ഓഫീസിൽ വെച്ച് മറ്റുള്ളവരെല്ലാം കേൾക്കാൻ അഭിനന്ദിക്കും. അത് എൻ്റെ ജീവിതാഭിലാഷമായിരുന്നു. പുറംപോക്കിൻ്റെ പട്ടിക ഉണ്ടാക്കാൻ കളക്ടർ പറഞ്ഞപ്പോൾ 1 മാസം വരെ സമയം ചോദിച്ചവരാണ് ബാക്കിയുള്ള വില്ലേജ് ഓഫീസർമാരെല്ലാം. ഞാനന്ന് ഒന്നും മിണ്ടിയില്ലായിരുന്നല്ലോ. ഒടുവിൽ കളക്ടർ 1 മാസം അനുവദിച്ചിട്ടും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ കഷ്ടപ്പെട്ട് മുഴുവൻ സമയവും നേരിട്ട് പോയി അളന്നും രാത്രിയിൽ ഉറങ്ങാതിരുന്ന് റിപ്പോർട്ട് എഴുതിയൊക്കെയാണ് ജോലി സമയത്ത് തീർത്തത്. ഇന്ന് കളക്ടറിനെ അഭിനന്ദിക്കുമ്പോൾ ചെയ്ത ജോലിയുടെ സന്തോഷം പൂർണ്ണമാകും. ഈശ്വര, എല്ലാം നിന്റെ കരുണ കൊണ്ടാണ്. ഇതുവരെ എൻ്റെ കൂടെ നിന്ന പോലെ ഇനിയും നിൽക്കണേ. സർവേശ്വരങ്ങൾ സർവാനുകൾ പ്രവർത്തികളാണ് ഈശ്വര. ഹലോ, വിദ്യലക്ഷ്മി, ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു. രാവിലെ എഴുന്നേറ്റ് മുതൽ സഹിക്കാൻ പറ്റാത്ത തലവേദനയാ. ഇന്ന് ഓഫീസിൽ വരാൻ പറ്റും തോന്നണില്ല. ഗുളിക കഴിച്ചതാ, ഒരു മാറ്റവും. ഓരോ മിനിറ്റ് കഴിയുമ്പോഴേക്കും വേദന കൂടിക്കൊണ്ടിരിക്കുക. ഉള്ളിൽ നല്ല പനിയുണ്ടെന്ന് തോന്നുന്നു. വല്ലാത്തൊരു കിടുകിടുപ്പുണ്ട്. ഹോസ്പിറ്റലിൽ പോണം. പക്ഷേ രാവിലെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇന്ന് താലൂക്ക് ഓഫീസിൽ കളക്ടറുടെ എന്തൊരു മീറ്റിംഗ് ഉണ്ട്. മോഹനേട്ടന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു. എനിക്ക് തലവേദനയാണെന്ന് പറഞ്ഞാൽ മോഹനേട്ടന് എല്ലാ സന്തോഷവും പോവും. അതുകൊണ്ട് മോഹനേട്ടൻ ഓഫീസിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ട് എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റൂ. അയ്യോ, ആ ഫയല് അത് ഞാൻ ഇന്നലെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു. ഇനിയിപ്പോ എന്താ ചെയ്യുക? ഒരു കാര്യം ചെയ്യാം, ഞാനത് ആരുടെയെങ്കിലും കൊടുത്തു വിടാം. നോക്കട്ടെ ആരെങ്കിലും കിട്ടുമോ. ഞാൻ വിളിക്കാം വിദ്യയെ. കൊള്ളാം, നീ ഇപ്പോഴും ഫോൺ ചെയ്തിരിക്കണോ? എനിക്ക് 9:30 ഇറങ്ങണം. അതിനെന്താ മോഹനേട്ടാ, 8:45 ആയിട്ടുള്ളൂ. മോഹനേട്ടന് 9:30 വിടുന്ന കാര്യം ഞാൻ ഏറ്റു. നിന്റെ കണ്ണെന്താ ചോദിച്ചിരിക്കുന്നേ? കണ്ണോ? കുഴപ്പമൊന്നുമില്ല. ഇപ്പഴും ഞാൻ ഓർത്തത്, രാവിലെ പുറകുവശത്തെ മുറ്റം തൂത്തോണ്ടിരുന്നപ്പോ കണ്ണിലെന്തോ പോയി. എന്ത് അറിയില്ല, ഞാൻ അപ്പൊ തന്നെ കണ്ണ് കഴുകിയിരുന്നു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. സത്യത്തിൽ ഇന്നത്തെ ദിവസം നീ താലൂക്ക് ഓഫീസിൽ വരേണ്ടതായിരുന്നു ഭാമേ. തഹസിൽദാരുടെയും 10-14 വില്ലേജ് ഓഫീസർമാരുടെയും മുന്നിൽ വെച്ച് കളക്ടർ പറയും, നിങ്ങളൊക്കെ മോഹനകൃഷ്ണനെ കണ്ടു പഠിക്കണം. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് അതിനേക്കാൾ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാരണമുണ്ടോ ഭാമേ? ഉണ്ടല്ലോ. ഇനിയൊരു ദിവസം കേരളത്തിലെ 1634 വില്ലേജ് ഓഫീസർമാരുടെ മുന്നിൽ വെച്ച് സാക്ഷാൽ റവന്യൂ വകുപ്പ് മന്ത്രി പറയും, നിങ്ങൾ മോഹനകൃഷ്ണനെ കണ്ടുപിടിക്കൂ എന്ന്. അത് ശരി, പക്ഷേ നിന്റെ കണക്കൊന്നും തെറ്റി. കേരളത്തിൽ ആകെ 1634 വില്ലേജ് ഓഫീസർമാരല്ലേ ഉള്ളൂ. 1634 തന്നെയല്ലേ ഞാനും പറഞ്ഞത്. പക്ഷേ ആ 1634 ഒരാൾ ഞാനല്ലേ. അപ്പോ ബാക്കി 1633 വില്ലേജ് ഓഫീസർമാരുടെ മുന്നിൽ വെച്ച് എന്ന് പറയണമായിരുന്നു. ശരി, അങ്ങനെയാണെങ്കിൽ അങ്ങനെ. അന്ന് എന്റെ മോഹനയുടെ തല ഉയർത്തി പിടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോ കാണാൻ ഞാൻ വരും. അയ്യോ, സംസാരിച്ച സമയം പോയി. ഇന്നത്തെ ദിവസം എല്ലാം സമയത്ത് ചെയ്തില്ലെങ്കിൽ സംഗതി ആകെപ്പാടും. ഹലോ ഉത്തമ, ഞാനാ.
എന്താണ് വക്കീലെ? ഉത്തമൻ പെട്ടെന്ന് ഇവിടെ വരെ വരാമോ? എന്താണ് വക്കീലെ പ്രശ്നം? ഒരു ഫയല് ഓഫീസിൽ കൊണ്ടേ കൊടുക്കണം. ഇന്ന് എനിക്ക് പോവാൻ പറ്റില്ല. ഉത്തമൻ ഒന്ന് അത് അവിടെ വരെ കൊണ്ടേ കൊടുക്കൂ. ഞാൻ ഇതാ എത്തി വക്കീലെ. ഉത്തമൻ വരുന്ന കാര്യം മോഹനേട്ടൻ അറിയണ്ട. എന്താ കാര്യമുണ്ട്, അതുകൊണ്ടല്ലേ. ഹലോ, അതെന്താ വക്കീലെ മോഹനേട്ടൻ സാറിന് അറിഞ്ഞുകൂടാത്തൊരു കാര്യം? എന്താ? നീ ഇതുവരെ ഷർട്ട് മുണ്ട് തേച്ചില്ലേ? ഞാനത് മറന്നുപോയി. മറന്നുപോയോ? നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായി. ഇതുവരെ ഒറ്റ ദിവസം പോലും നീ അത് മറന്നുപോയിട്ടില്ലല്ലോ. ഇന്ന് നീ മനഃപൂർവ്വം ഷർട്ട് മുണ്ട് തേക്കാത്തല്ലേ? എന്തിനാ മോഹനേട്ടൻ ഇങ്ങനെയൊക്കെ പറയണേ? ഞാൻ അങ്ങനെ ചെയ്യുവോ? അല്ലെങ്കിൽ തന്നെ ഒരു ഷർട്ട് മുണ്ട് നേക്കാൻ എത്ര നേരം വേണം? ഞാൻ ഇപ്പൊ തേച്ചു തരാം. ഭാമേ, എനിക്ക് ഒന്നും മനസ്സിലാകില്ല എന്ന് നീ കരുതരുത്. ഇന്ന് രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുക, നിന്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നു. കളക്ടർ പരസ്യമായി എന്നെ അഭിനന്ദിക്കുന്നു പറഞ്ഞത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലേ? നിനക്ക് ഇഷ്ടപ്പെടാറുണ്ട് ഒരു കാര്യമല്ല. മോഹനകൃഷ്ണന്റെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഇന്നുണ്ടാകാൻ പോകുന്നത്. അത് കണ്ട് സഹിക്കാത്ത നീ രാവിലെ മുതൽ ഈ ഫോണിന് ചുറ്റും കിടന്ന് ഇങ്ങനെ കറങ്ങി നടക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ചെറിയ കാര്യങ്ങൾക്ക് ഇങ്ങനെ വഴക്കുണ്ടാക്കല്ലേ മോഹനേട്ടാ. ഷർട്ടും കൊണ്ട് തേച്ചു തരില്ലെന്ന് ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ, ഞാൻ തേച്ചു തരാം. നല്ലൊരു ദിവസമായിട്ട് സന്തോഷമായിട്ടിരിക്കും വില്ലേജ് ഓഫീസർ. എങ്ങനെ സന്തോഷമായിട്ടിരിക്കും? ഇങ്ങനെയാണല്ലോ ഇങ്ങോട്ടുള്ള പെരുമാറ്റം. വക്കീലേ, വക്കീലേ. മോഹനേട്ടൻ സാർ അറിയരുതെന്നാണ് പറഞ്ഞത്. വക്കീലേ. ഉത്തമ, ഈ ഫയല് 10 മണിക്ക് മുന്നേ വിദ്യാലക്ഷ്മിയുടെ കൈ കൊണ്ട് കൊടുക്കണം. എന്താ വക്കീലെ, മോഹനേട്ടൻ സാർ അറിയാത്ത വല്ല കേസും ആണോ? അതൊന്നുമല്ല ഉത്തമ. പിന്നെ ഫയല് ഉത്തമന്റെ കൈ തന്നുവിടുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ അത് ചോദ്യം ഉണ്ടാവും. നീ പോകുമ്പോ കൊണ്ടുപോയാ പോരേന്ന്. അപ്പോ ഞാനിന്ന് പോകുന്നില്ലെന്ന് സമ്മതിക്കേണ്ടി വരും. വക്കീലത് പോകുന്നില്ലേ? ഇല്ല, നല്ല തലവേദന ഉത്തമ. തലവേദന എന്ന് പറഞ്ഞാ പോരാ, തല പൊട്ടുന്ന അവസ്ഥയാ. മോഹനേട്ടൻ പോയിട്ട് വേണം എനിക്കിന്ന് ഹോസ്പിറ്റലിൽ പോവാൻ. അത് വക്കീലെ, മോഹനേട്ടൻ സാർ അറിഞ്ഞാ ഹോസ്പിറ്റലിൽ പോകാൻ സമ്മതിക്കൂലേ? അതല്ല ഉത്തമ, എനിക്ക് തലവേദനയാണെന്ന് മോഹനോട് ഞാൻ പറഞ്ഞിട്ടില്ല. അതെന്താ പറയാത്തെ? ഇന്ന് കളക്ടർ താലൂക്ക് ഓഫീസിൽ വരുന്ന ദിവസം ജില്ലയിലെ പുറമ്പോക്ക് ഭൂമിയുടെ കണക്കെടുത്തതിന്റെ പേരിൽ എന്തോ ഒരു ചർച്ച. ഈ താലൂക്കിന് കീഴിലുള്ള വില്ലേജ് ഓഫീസിൽ കണക്കെടുപ്പ് തീർത്തിരിക്കുന്നത് ആകെ മോഹനേട്ടൻ മാത്രം. അതുകൊണ്ട് ഇന്ന് മറ്റുള്ള വില്ലേജ് ഓഫീസർമാരുടെയും തഹസിൽദാരുടെയും മുന്നിൽ വെച്ച് കളക്ടറുടെ വായിൽ നിന്ന് നേരിട്ട് അഭിനന്ദനം കേൾക്കാനിരിക്കുക മോഹനേട്ടൻ. അതിനിടയിൽ എനിക്ക് തലവേദനയും പനിയാണെന്ന് പറഞ്ഞ് മോഹനേട്ടന്റെ മൂഡ് കളയണത് ശരിയാണോ? അതിപ്പോ വക്കീലിന് തലവേദന പനിയും വന്നാ മോഹനേട്ടൻ സാറിന് പറയാതിരിക്കാൻ പറ്റുമോ? പറയണം. മോഹനേട്ടൻ തിരിച്ചു വന്നിട്ട് പറയാലോ. ഇന്നത്തെ ദിവസം മോഹനേട്ടന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. മിനിങ്ങാന്ന സംഭവം അറിഞ്ഞത് മുതൽ ആള് ഭയങ്കര ആവേശത്തിലാണ്. തഹസിൽദാർ കാര്യം പറഞ്ഞപ്പോ ഇനി മരിച്ചാലും വേണ്ടില്ലെന്ന് തോന്നി ഭാമേ. ഇത്രയും കാലം കൃത്യസമയത്ത് ഓഫീസിലെത്തി കൃത്യസമയത്ത് തിരികെ പോന്നപ്പോഴും കൈക്കൂലി വാങ്ങാതിരുന്നപ്പോഴും അഴിമതിക്ക് കൂട്ടുനിൽക്കാതിരുന്നപ്പോഴും ഡിപ്പാർട്ട്മെന്റിലെ സകലരും പറയുമായിരുന്നു മോഹനേഷിന് വട്ടാണെന്ന്. അന്നൊക്കെ ഞാൻ കരുതിയത് സത്യസന്ധമായ ജോലി ചെയ്യുന്നതിന്റെ പ്രതിഫലം എന്തെങ്കിലും കിട്ടുമെന്നായിരുന്നു. ഇപ്പൊ സത്യമായി. ഞാനും പറയാറില്ലേ മോഹനേട്ട, നല്ല ഉദ്ദേശത്തോടെ നമ്മൾ ചെയ്യുന്നതിനൊക്കെ നല്ല ഫലമുണ്ടാവുന്നു. എന്റെ മോഹനേട്ടൻ ഒരുപാട് കഷ്ടപ്പെട്ടതിന്റെ ഫലമായത്. എല്ലാ റിപ്പോർട്ടുകളും നോക്കിയ ശേഷം കളക്ടർ പറയും ഈ ജില്ലയിലെ 15 വില്ലേജ് ഓഫീസർമാർക്കും പറ്റാത്ത കാര്യമാണ് മോഹനകൃഷ്ണൻ ചെയ്തതെന്ന്. മോഹനകൃഷ്ണനെ പോലൊരാൾ റവന്യൂ വകുപ്പിലുണ്ടായതിൽ എനിക്ക് അഭിമാനമുണ്ട് എന്ന്. അപ്പൊ ഞാൻ ചുറ്റും നോക്കും. എന്നെ കളിയാക്കിയ യോഗ്യന്മാരൊക്കെ എന്റെ നേരെ നോക്കാൻ പോലും പറ്റാതെ തലതാ ഇങ്ങനെ കുമ്പിടും. ഈശ്വര, ആ നിമിഷത്തെ പറ്റി ഓർക്കുമ്പോഴേ എനിക്ക് രോമാഞ്ചം ഉണ്ടാവുക.
ഇത്രയും ആവേശത്തിലിരിക്കാം മോഹനേട്ടൻ. ഇന്നത്തെ ദിവസം ഒന്നായി കിട്ടാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു. അങ്ങനെയുള്ള ദിവസം എനിക്ക് രാവിലെ തലവേദനയാണെന്ന് പറഞ്ഞ പിന്നെ മോഹനേട്ടന്റെ അവസ്ഥ എന്താവും? ശരിയാണ്, എന്തായാലും പറയായിരുന്നു എങ്ങനെയാണ് വക്കീലെ. കുറച്ചു നേരത്തെ കാര്യമില്ലേ ഉള്ളൂ ഉത്തമ്മ. ഇവിടുത്തെ ജോലിയൊക്കെ ഏതാണ്ട് തീർന്നിരിക്കുക. ഇനിയിപ്പോ മോഹനേട്ടൻ കാപ്പിയും കൂടെ കൊടുത്താ എന്റെ പണിയെല്ലാം തീർന്നു. മണി 8:45. മോഹനേട്ടൻ കാപ്പി കുടിച്ച് 9:30 ഇവിടെ നിറങ്ങും. ആ 45 മിനിറ്റ് കൂടെ കഴിഞ്ഞാ എനിക്ക് പിന്നെ ആശുപത്രി പോവല്ലോ. മോഹനേട്ടൻ ഹാപ്പിയായിട്ട് കളക്ടറുടെ മീറ്റിങ്ങിന് പോവും. എല്ലാവരുടെയും മുന്നിൽ വെച്ച് കളക്ടർ അഭിനന്ദിക്കുമ്പോ തലപൊക്കി അന്തസ്സായിട്ട് നിൽക്കാം. പക്ഷേ എനിക്ക് തലവേദന പനിയാണെന്ന് അറിഞ്ഞിട്ട് പോയാ മോഹനേട്ടന്റെ മനസ്സിൽ ആ ചിന്തയുണ്ടാവും. ശരിയാണ്, എന്തായാലും വക്കീലെ ഇതിപ്പോ എന്നാലും ഇല്ല ഉത്തമ. മോഹനേട്ടന്റെ കഠിനാധ്വാനത്തിന്റെയും സത്യസന്ധതയുടെയും ഫലമാണ് ഇന്ന് കിട്ടാൻ പോകുന്നത്. അവിടെ വെച്ച് അഭിമാനത്തോടെ മറ്റുള്ളവരുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുമ്പോ എന്റെ തലവേദന മോഹനേട്ടന്റെ മനസ്സിലൊരു കരടായി വരുന്ന എനിക്ക് ഇഷ്ടമല്ല. ഇത് പെട്ടെന്ന് വിദ്യാലക്ഷ്മിയെ കൊണ്ടേയിരിക്കണം. 10:30 സദാനന്ദ സാർ ഓഫീസിൽ വരുമ്പോഴേക്ക് ഈ ഫയല് കണ്ടില്ലെങ്കിൽ പിന്നെ അതിന്റെ പേരിൽ ഞാൻ വഴക്ക് കേൾക്കേണ്ടി വരും. ശരി, വക്കീലിനെ പോലൊരു ഭാര്യയെ കിട്ടണമെങ്കിൽ കേരള ലോട്ടറി അടിക്കുന്നതിനേക്കാളും പാടാ. മോഹനേട്ടൻ സാർ കഴിഞ്ഞ ജന്മത്തിൽ കാര്യമായിട്ട് എന്തോ പുണ്യം ചെയ്ത് കാണും, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലല്ലോ. അമ്മേ, മണി എത്രയാണെന്നറിയാമോ? 8:48. എനിക്ക് 9:15 പോണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ? 9:15? മോഹനേട്ടൻ 9:30 പോയാൽ മതി എന്ന് കുറച്ചു മുന്നേ പറഞ്ഞതല്ലേ ഉള്ളൂ. കുറച്ചു മുമ്പ് പറഞ്ഞെന്നുള്ളത് നേരാ. പക്ഷേ അപ്പോ ഞാൻ കണക്കൂട്ടിയത് ഇവിടെ നിന്നിറങ്ങി നേരെ താലൂക്ക് ഓഫീസിലേക്ക് പോകാമെന്നായിരുന്നു. പിന്നീടാണ് ഓർത്തത് പോകുന്ന വഴിക്ക് ഗണപതി ക്ഷേത്രത്തിൽ കയറി തൊഴുത് കളയാമെന്ന്. ഞാൻ വിചാരിക്കാത്ത വല്ല തടസ്സവും ഉണ്ടെങ്കിൽ അത് മാറ്റാൻ തെങ്കര ഗണപതിക്കേ പറ്റൂ. പക്ഷേ മോഹനേട്ടൻ 9:30 പോയാൽ മതി എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ ദോശയ്ക്കുള്ള കറി ഉണ്ടാക്കിയിട്ടില്ല. ഇതുപോലത്തെ കാര്യം കുറച്ച് നേരത്തെ പറഞ്ഞൂടെ മോഹനേട്ടാ? അതുകൊള്ളാം. എത്ര നേരത്തെ പറയേണ്ടി വരും ഞാൻ? ഇന്ന് എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണെന്ന് നിന്നോട് ഞാൻ പറഞ്ഞു തുടങ്ങിയിട്ട് ദിവസം 3ആയി. രാവിലെ 2 ദോശയും കുറച്ച് കറിയും ഉണ്ടാക്കണമെങ്കിൽ 3 ദിവസം മുമ്പേ പറഞ്ഞാ പോരെ ഭാമേ? മോഹനേട്ടാ, നീ ഒന്നും പറയണ്ട. വേറൊരു ഭാര്യ ആയിരുന്നെങ്കിൽ ഇന്ന് രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് 7 മണിക്ക് മുമ്പ് എനിക്ക് കഴിക്കാനുള്ള ഉണ്ടാക്കി വെച്ചേനെ. അതെങ്ങനെ? ഭർത്താവിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഭാര്യയാണെന്ന വിചാരം നിനക്ക് പണ്ടേ ഇല്ല. എല്ലാ ദിവസവും എന്റെ ഷർട്ടും മുണ്ടും സമയത്ത് തേച്ചേരുന്ന നീ ഇന്ന് അതും മറന്നു. എന്തുകൊണ്ടാ? ഞാൻ മറന്നതല്ല മോഹനേട്ടാ. മറന്നതല്ല, വേണ്ടെന്ന് വെച്ചു. എങ്ങനെയെങ്കിലും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ താമസിച്ചു പോണം. കളക്ടറും തഹസിൽദാരും മറ്റ് 10-15 വില്ലേജ് ഓഫീസർമാരും ഉള്ള സ്ഥലത്ത് ഞാൻ താമസിച്ചിരണം. എന്നെ അഭിനന്ദിക്കാൻ കരുതിയിരിക്കുന്ന കളക്ടർ എന്നെ ശകാരിക്കണം. അതാണല്ലോ നിന്റെ ഉദ്ദേശം. മോഹനേട്ടാ, ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തിനാണ്? മോഹനേട്ടൻ 9:30 എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കറി ഉണ്ടാക്കാൻ താമസിച്ചത്. സാറില്ല, 8:45 ആയുള്ളൂ. ഏറെ വന്നാൽ ഒരു 20 മിനിറ്റ് മതി കറി ഉണ്ടാക്കാൻ. അത് കഴിച്ചിട്ടായാലും 9:15 മോഹനേട്ടൻ ഇറങ്ങാൻ പറ്റും. ഇനി എനിക്ക് നീ ഉണ്ടാക്കുന്ന കറി കഴിക്കാൻ നേരമില്ല. നീ 20 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ കറി ഉണ്ടായി വരുമ്പോ 1/2 മണിക്കൂർ എടുക്കും. ഞാൻ താമസിക്കില്ലേ? പിന്നെ ഞാൻ എങ്ങനെ ഗണപതി ക്ഷേത്രത്തിൽ കയറും? ഭാമേ, ഇന്നത്തെ ദിവസം നീ എനിക്കുണ്ടാക്കുന്ന ദോശയെക്കാളും കറിയേക്കാളും ഒക്കെ എനിക്ക് വലുത് ഗണപതി ക്ഷേത്രവും കളക്ടറുടെ മീറ്റിംഗും. മോഹനേട്ടാ, നല്ലൊരു ദിവസമായിട്ട് കഴിക്കാതെ പോരുത്. ഞാൻ പെട്ടെന്ന് കറി ഉണ്ടാക്കി തരാം. കഴിക്കാതെ പോകുന്ന ആര് പറഞ്ഞു? ഞാൻ കൃഷ്ണൻകുട്ടിയുടെ ചായ കിടന്ന് കഴിച്ചോളാം. അവിടെ ആവുമ്പോ ഞാൻ ചെന്നിട്ടല്ല അവർ കറി ഉണ്ടാക്കുന്നത്, നേരത്തെ ഉണ്ടാക്കി വെക്കും. മോഹനേട്ടാ പ്ലീസ്, ഇന്നത്തെ ദിവസം ഇങ്ങനെ ചെയ്യല്ലേ. ഇന്നത്തെ ദിവസം ഇങ്ങനെ ചെയ്യാൻ പറ്റൂ. ഞാൻ ഇറങ്ങുന്നു. ഹലോ, അതെ, വിദ്യ. ഫയല് ഞാൻ ഉത്തമന്റെ കൈ കൊടുത്തു വിട്ടിട്ടുണ്ട്. ഇപ്പൊ കൊണ്ടുവരും.
കരയാതിരിക്കും വിദ്യലക്ഷ്മി. മോഹനേട്ടന്റെ സന്തോഷം പോണ്ടെന്ന് കരുതിയ എനിക്ക് തലവേദനയാണെന്നുള്ള കാര്യം ഞാൻ പറയാതിരുന്നേ. സത്യം പറഞ്ഞ തല പൊട്ടുന്ന വേദനയാണ്. എവിടെയെങ്കിലും ഒരു 5 മിനിറ്റ് കിടന്നാ മതി എന്ന് തോന്നിയിട്ടും മോഹനേട്ടന്റെ സന്തോഷം കുറയണ്ടെന്ന് കരുതി ഒക്കെ ഞാൻ ക്ഷമിച്ചു. എന്നിട്ട് കറി ഉണ്ടാക്കാൻ 5 മിനിറ്റ് താമസിച്ചതിന്റെ പേരിൽ മോഹനേട്ടൻ കാപ്പ് കുടിക്കാതെ പോയി. ഞാൻ എന്തിനാ വിദ്യ ഇതൊക്കെ ഇങ്ങനെ സഹിക്കണേ? ഞാനൊരു ആശുപത്രിയിൽ പോയില്ല. താഴെ പൊട്ടി അങ്ങ് മരിക്കട്ടെ. ആർക്കും വേണ്ട അതെങ്ങനെ ജീവിക്കുന്നതിൽ നല്ലതല്ലേ? ഞാൻ വിളിക്കാം. നിന്നെ ആർക്കും വേണ്ടെന്ന് ആരാ പറഞ്ഞത്? അല്ല മോഹനേട്ടാ, ഞാൻ വിദ്യാലക്ഷ്മിയുടെ വെറുതെ. തലവേദനയാണ് നീ പറയാറുന്നത് എന്താ? അത്ര വലിയ തലവേദനയൊന്നും ഇല്ല. മോഹനേട്ടൻ പോയില്ലേ? ഞാൻ ചോദിച്ചതിന് മറുപടി അതല്ലല്ലോ. തലവേദനയാണെന്ന് പറയാറുന്നത് എന്താ? തലവേദന ആണെങ്കിൽ ഡോക്ടറെ കാണണ്ടേ? മോഹനേട്ടൻ പോയിട്ട് ഡോക്ടറെ കാണാന്ന് കരുതി. അതെന്തിനാ? മോഹനേട്ടന് 10 മണിക്ക് കളക്ടറുടെ മീറ്റിംഗ് ഇല്ലേ? അപ്പൊ എനിക്ക് തലവേദന പനിയാണെന്ന് പറഞ്ഞ ടെൻഷൻ ആവുമല്ലോ മോഹനേട്ടൻ. അതുകൊണ്ട്. നിന്റെ തലവേദനയേക്കാൾ വലുതാണോ എന്റെ മീറ്റിംഗ്? മോഹനേട്ടാ, ഇന്നത്തെ മീറ്റിംഗിന്റെ ആവേശം മനസ്സിലുള്ള കാരണം രാവിലെ എനിക്ക് നിന്റെ തലവേദന മനസ്സിലായില്ലെന്നുള്ള സത്യ. അല്ലെങ്കിൽ നിന്റെ നെറ്റി നിച്ചുള്ള ഞാൻ അറിയില്ലേ? പക്ഷെ ആ ഷർട്ട് വെച്ചോണ്ടിരുന്നപ്പോ നിന്റെ കള്ളത്തരമൊക്കെ പൊളിഞ്ഞു. ഇതെന്താ ഇങ്ങനെ? ഓ ഭാമേ, ഭാമേ, പെട്ടെന്ന് വേണം. 9:30 ഇറങ്ങിയാലേ എനിക്ക് 10 മണിക്കെങ്കിലും താലൂക്ക് ഓഫീസിലെത്താൻ പറ്റൂ. ഞാൻ നടന്നാണ് പോകുന്നത്, നീ ഓർക്കണം. ഇന്നൊരു ദിവസത്തേക്ക് ഓട്ടോ വിളിച്ച് പൊക്കൂടെ മോനേട്ടാ? എന്തിന്? കളക്ടറൊക്കെ വരുന്ന മീറ്റിംഗ് അല്ലേ? ഇവിടെ നീ 3-4 കിലോമീറ്റർ നടന്ന് വേർത്ത് കുളിച്ച് കയറി ചെല്ലുന്ന എന്തിനാ? കൊള്ളാം, നല്ല ഉദ്ദേശം. കഴിഞ്ഞ മാസം റവന്യൂ ജീവനക്കാരുടെ കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്തപ്പോ കളക്ടർ പറഞ്ഞെന്താണെന്ന് അറിയാമോ? കാന്തല്ലൂർ വില്ലേജ് ഓഫീസിലെ മോഹനകൃഷ്ണന്റെ ആശയങ്ങളും ആദർശങ്ങളും എല്ലാവരും മാതൃകയാക്കണമെന്ന്. അങ്ങനെയുള്ളപ്പോൾ എന്നും നടന്നു പോകുന്ന ഞാൻ ഇന്ന് ഓട്ടോ പിടിച്ചു പോയാൽ എങ്ങനെ ഇരിക്കും? മോഹനേട്ടാ പറഞ്ഞത് ഞാൻ തിരിച്ചെടുത്തു. മോഹനേട്ടൻ നടന്നു തന്നെ പോയാൽ മതി. എന്തിനാ ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? 2 മിനിറ്റ് കൊണ്ട് ഷർട്ടും കൊണ്ട് ഞാൻ തേച്ചു തരാം. 2 മിനിറ്റ് 2 മിനിറ്റ്, 3 മിനിറ്റ് ആവരുത്. ഇല്ല മോഹനേട്ടാ, ഞാനല്ലേ പറയണേ. ഈശ്വരാ, ഈ മോഹനേട്ടനൊരു കാര്യം സഹിക്കാൻ പറ്റണില്ലല്ലോ. ഈ തലവേദന ഇനി കൂടുകയാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ ഡോക്ടറെ അടുത്ത് പോവാ? ഒരു നിവൃത്തിയില്ല, വിദ്യാലക്ഷ്മിയെ വിളിക്കാം.
ഉത്തമം വന്നതും നീ ഫയൽ കൊണ്ടേ കൊടുത്തതും സംസാരിച്ചൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേ ഞാൻ തീരുമാനിച്ചതാ ഇന്ന് താലൂക്ക് ഓഫീസിൽ പോകുന്നില്ല എന്ന്. പോകുന്നില്ലേ? അത് സാരമില്ല, ഞാൻ അവിടെ ഇല്ലെങ്കിലും കളക്ടറിനെ പറ്റി നല്ലതേ പറയൂ. എന്തൊക്കെയാ പറഞ്ഞെന്ന് പിന്നെ തഹസിൽദാർ പറഞ്ഞു തരുകയും ചെയ്യും. പിന്നെ നേരിട്ട് പോകുന്ന എന്തിനാ? കറി ഉണ്ടാക്കാൻ വൈകുന്നു പറഞ്ഞ് ഞാൻ മനഃപൂർവ്വം വഴക്കുണ്ടാക്കിയതാ. അല്ലെങ്കിൽ ആ തലവനെ വെച്ച് നീ കറി ഉണ്ടാക്കാൻ പോവില്ലേ? മോഹനേട്ടൻ പോയെന്നാ ഞാൻ കരുതേ. പോയി ഒരു ഓട്ടോ പിടിക്കാൻ. ഓട്ടോ പുറത്ത് ഇപ്പുണ്ട്. നീ വേഗം ഡ്രസ് മാറിയെന്നാ നമുക്ക് ആശുപത്രി പോവാം. എനിക്ക് തലവേദനയാണെന്ന് മനസ്സിലായിട്ട് മോഹനേട്ടൻ ചോദിക്കാഞ്ഞത് എന്താ? നീ എന്റെ മുമ്പ് അഭിനയിക്കുമ്പോ ഞാനും കുറച്ച് അഭിനയിക്കണ്ടേ ഭാമേ? വേഗം റെഡിയാവാ, ഡോക്ടർ കാണണ്ടേ? എന്റെ തലവേദന പോയെന്നൊരു സംശയം. അതെങ്ങനെ? ഡോക്ടറെ കണ്ടില്ലല്ലോ. ഇതല്ലേ എന്റെ ശരിക്കുള്ള ഡോക്ടർ? ഹലോ, അതെ മോഹനേട്ടനുണ്ട് സാർ, ഞാൻ കൊടുക്കാം. മോഹനേട്ടനാ. ഹലോ സാർ, ഞാൻ ഇറങ്ങിയില്ലായിരുന്നു. ശരി സാർ. എന്താ മോനേട്ടാ? എന്താ? അടിയന്തരമായി മന്ത്രി വിളിച്ച യോഗത്തിൽ പങ്കെടുക്കേണ്ടതായിട്ടുള്ളതുകൊണ്ട് കളക്ടർ ഒന്നും വരില്ല. താലൂക്ക് ഓഫീസിലെ മീറ്റിംഗ് നാളത്തേക്ക് മാറ്റിവെച്ചു. ഭാര്യയ്ക്ക് തലവേദന വരുമ്പോൾ ഭാര്യ പറയാതെ തന്നെ ഭർത്താവ് അറിയണമെന്ന് ഭാര്യമാർക്കും, തലവേദനയാണെങ്കിൽ അത് തുറന്നു പറഞ്ഞാൽ എന്താ എന്ന് ഭർത്താക്കന്മാർക്കും തർക്കിക്കാം. പക്ഷേ ഇവരുടെ കാര്യത്തിൽ തർക്കത്തിന് പ്രസക്തിയില്ല. കാരണം എല്ലാ തർക്കങ്ങൾക്കും അപ്പുറം ഇത്രയേറെ പരസ്പരം മനസ്സിലാക്കുന്ന ഭാര്യാഭർത്താക്കന്മാർ ഉണ്ടാവില്ല. ഈ അപൂർവ ദമ്പതികളുടെ കൂടുതൽ കഥകളുമായി കാര്യം നിസാരം തുടരുന്നു.